മഴക്കാലമാണ്. അപ്പോൾ ട്രോളിംഗ് ഒക്കെ വരുമ്പോൾ മത്സ്യം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പച്ചക്കറിയുടെ കൂടെ തന്നെ നല്ലൊരു തോരൻ കൂട്ടിയിട്ടൊക്കെ ഊണ് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത് കോവക്ക ഉപയോഗിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 12ഓളം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുള്ള കോവയ്ക്കാണ്. നമുക്കിനി ഈ കോവക്ക നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ തോരൻ തയ്യാറാക്കുമ്പോൾ വറവൊക്കെ താളിക്കാറില്ലേ, അതുപോലെ തന്നെ ഇതാ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയുള്ളി ചേർത്ത് തോരൻ തയ്യാറാക്കുമ്പോൾ നമ്മുടെ തോരന് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ചെറിയുള്ളി മാക്സിമം നമുക്ക് തോരനിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്കയിൽ നല്ല ജലാംശം ഉള്ളത് കൊണ്ട് തന്നെ കോവയ്ക്ക നമുക്ക് ഇതുപോലെ പച്ചയ്ക്ക് തന്നെ കഴിക്കാവുന്നതുമാണ്. ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കോവയ്ക്കയിൽ വാട്ടർ കണ്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല, കാരണം ഇതിൽ ജലാംശം ഉള്ളത് കൊണ്ട്. ഞാൻ പക്ഷേ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കോവക്ക തോരനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് വേവിക്കാവുന്നതാണ്. ഇനി അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കാം. നമുക്ക് തോരനിലേക്കുള്ള അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് അത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക്. അതുപോലെ തന്നെ ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില അത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ഒതുക്കിയിട്ടെടുക്കാം. ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മുടെ തോരൻ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് അരയൊന്നും വേണ്ട. നമ്മളിതിൽ പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ ചെറിയ ജീരകം എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ അരച്ചത്. ചെറിയുള്ളിയൊക്കെ ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഈ അരപ്പ് നമ്മുടെ ഈ തോരനിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയത് അധികം നേരം വേവിക്കൊന്നും വേണ്ട. നമ്മൾ കോവയ്ക്കൊക്കെ വേവിച്ചതാണ്. ജസ്റ്റ് ഈ അരപ്പൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ തോരനിൽ ചേർക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോവയ്ക്കയൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തോരനൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോവക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സെർവിങ് ബോളിലേക്ക് അത് മാറ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക തോരനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഒരു കോവക്ക തോരൻ ഉണ്ട് നമുക്ക് ഊണ് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.